നമുക്ക് ഇവിടെ ഈ ലേലത്തിൽ വീട് കൊടുക്കുന്ന ഇഷ്ടംപോലെ പരിപാടികളുണ്ട്. അത് നിസ്സാര പൈസയ്ക്ക് വീട് കിട്ടും. എന്നിട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്ത് നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും. പക്ഷേ എന്താണ് ഷെയർ ഓണർഷിപ്പ്? അല്ലെങ്കിൽ ഒരു ഷെയർ ഓണർഷിപ്പിൽ നമുക്ക് എങ്ങനെ വീട് മേടിക്കാൻ സാധിക്കും? അങ്ങനെയുള്ള വീട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചാടിക്കയറി അടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു മോർഗേജ് അഡ്വൈസർ അനീഷ് നമ്മുടെ ഒപ്പം ഉണ്ട്. അനീഷിൻ്റെ തന്നെ നമുക്ക് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലും ബാക്കി എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്തൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യം ഇതാണ്: ഓപ്ഷനിൽ കിടക്കുന്ന പ്രോപ്പർട്ടീസ്. അല്ലെങ്കിൽ ഓപ്ഷൻ ചെയ്യുന്ന കമ്പനീസിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ നമുക്ക് ഈ വില കുറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ്, ഓപ്ഷനിൽ നിൽക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ പ്രൈസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. 5 ബെഡ്റൂം അല്ലെങ്കിൽ 4 ബെഡ്റൂം ഒക്കെ ഒരു 100,000-നോ 150,000-നോ ഒക്കെ അവർ പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷനിൽ നമ്മളിപ്പം നാട്ടിൽ ലേലത്തിൽ വീട് വാങ്ങാമെന്നൊക്കെ പറയുന്ന പോലെ അതേ കൺസെപ്റ്റാണ്. പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഓപ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോപ്പർട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ലീഗലി ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഒരു ഈ ഓപ്ഷൻ്റെ ഓപ്ഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനീഷ്യലി അവർ പറയുന്ന 5%-ഓ 10%-ഓ ഡെപ്പോസിറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു നിശ്ചിത സമയം അവർ തരും, ഒരു 48 ഡേയ്സോ അല്ലെങ്കിൽ 56 ഡേയ്സോ. അതിനുള്ളിൽ നമ്മൾ ഈ മോർഗേജ് ഈ പ്രോപ്പർട്ടി പർച്ചേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഒരു 35,000 നഷ്ടപ്പെട്ട ഒരു ക്ലയൻറ്റ് ഉണ്ട്. അതുപോലെ ഒരു 10,000 നഷ്ടപ്പെട്ട, 8,000 നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കൊക്കെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പ്രോപ്പർട്ടി ഓപ്ഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണോ എന്നുള്ളൊരു സോളിസിറ്ററെ കൊണ്ട് ചെക്ക് ചെയ്യണം. ഒപ്പം ഈ പ്രോപ്പർട്ടിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതായത് സ്ട്രക്ചറൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരത്തില്ല. അപ്പോൾ നമ്മളൊരു ഓപ്ഷനിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ 10% നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ദാറ്റ് ഈസ് ഓക്കെ. ബാക്കിയുള്ളത് 90% ബാങ്ക് നമുക്ക് ലോൺ തരണം. അപ്പോൾ ബാങ്കിലേക്ക് നമ്മൾ ഇതിനകത്ത് ഈ ഓപ്ഷൻ നമ്മൾ വിൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ 5%-ഓ 10%-ഓ കൊടുക്കുന്നു. അതിനുശേഷം ബാങ്കിലേക്ക് നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ഈ പ്രോപ്പർട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, ഇത് സെക്യൂരിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നമ്മൾ അവിടെ സ്റ്റക്കായി. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത പൈസ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടിക്ക് യാതൊരു ഇഷ്യൂ ഇല്ല, ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓപ്ഷനിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, അതിന് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്ഷനിലേക്കുള്ള ഡെപ്പോസിറ്റും കാര്യങ്ങളും കൊടുക്കാൻ പാടുള്ളൂ. എന്താണ് ഷെയർ ഓണർഷിപ്പ്? എങ്ങനെയാണ് ഷെയർ ഓണർഷിപ്പിൽ നമുക്ക് വീട് മേടിക്കാൻ സാധിക്കുന്നത്? ഷെയർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് 100% വാങ്ങുന്നില്ല, അതിൻ്റെ ഒരു സർട്ടൻ ഷെയർ മാത്രമേ വാങ്ങുന്നുള്ളൂ. സേ ഒരു 10%-ഓ അല്ലെങ്കിൽ 25%-ഓ 50%-ഓ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ബാക്കിയുള്ള ഷെയറിന് നമ്മൾ റെൻറ്റ് കൊടുക്കുകയും വേണം. അപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു ഹൗസിംഗ് അസോസിയേഷൻ്റെ അടുത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. അതിനൊരു 200,000 വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 50% വാങ്ങുന്നതെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങുന്നത് 100,000 വാല്യൂ മാത്രമുള്ളൊരു ആ പ്രോപ്പർട്ടിയുടെ 50%, അതായത് 100,000 വാല്യൂ മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ 100,000-ൻ്റെ 10% ഡെപ്പോസിറ്റ് റേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 10,000 നമ്മുടെ കയ്യിലുണ്ടായാൽ മതി, ബാക്കി 90,000 നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അപ്പോൾ കാര്യങ്ങൾ വളരെ ഈസിയാണ്. നമുക്ക് ഡെപ്പോസിറ്റ് കയ്യിൽ കുറവാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഷെയർഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ദ ബാലൻസ് ഷെയർ നമ്മുടെ ഹൗസിംഗ് അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ ബിൽഡറുടെ കയ്യിലോ ഉള്ള ബാലൻസ് ഷെയറിന് നമ്മൾ അങ്ങോട്ട് റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അത് താരതമ്യേന നമ്മുടെ മാർക്കറ്റ് റെൻറ്റിനേക്കാളും കുറച്ച് കുറവായിരിക്കും, എന്നാലും നമ്മളതിന് റെൻറ്റ് കൊടുക്കണം. പ്ലസ് നമ്മൾ വാങ്ങുന്ന ഷെയറിനുള്ള മോർഗേജിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കണം. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി ഷെയറുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ സ്റ്റെയർ കേസിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10%-ഓ അല്ലെങ്കിൽ 20%-ഓ ഒക്കെ വെച്ച് ബാക്കി ഷെയറുകൾ വാങ്ങാം. അപ്പോഴും നമുക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഒരു 5 years കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഷെയർ വാങ്ങാൻ പോകുന്നെങ്കിൽ അന്ന് വീണ്ടും ഒരു മാർക്കറ്റ് വാല്യുവേഷൻ നമ്മൾ എടുക്കുന്നു. ആ വാല്യൂ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അന്നത്തെ മാർക്കറ്റ് വാല്യൂവിലായിരിക്കും നമ്മൾ ആ ബാക്കിയുള്ള പോർഷൻ വാങ്ങുന്നത്. അന്ന് വാല്യുവേഷൻ നടത്തുന്നതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മീറ്റ് ചെയ്യേണ്ടിയും വരും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഇനീഷ്യലി കുറവുള്ള ഒരാളെ സംബന്ധിച്ച് പ്രോപ്പർട്ടി ലാഡറിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഷെയർഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെയർഡ് ഓണർഷിപ്പിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ ഗ്രൗണ്ട് റെൻറ്റ് അല്ലെങ്കിൽ കോമൺ അമ്യൂണിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് നമ്മളൊരു സർവീസ് ഫീസൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഗ്രൗണ്ട് റെൻറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ഫീസായിട്ട് എത്ര എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫീ ആയിട്ട് എത്ര കൊടുക്കണം എന്ന് കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ആ പ്രോപ്പർട്ടി വാങ്ങാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഷെയർ ഓണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം അത്
നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും നല്ല നിങ്ങൾ വീട് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചൊരു പൈസ റെഡിയാക്കി ആദ്യത്തെ ഒരു വീട് മേടിക്കുക, സ്വന്തമായി വീട് മേടിക്കുക, വേറെ ആരോടും പിന്നെ വാടക കൊടുക്കാൻ അതിന് പുറകെ നടക്കാതെ സ്വന്തമായി ഒരു വീട് മേടിക്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് പറയുന്നത്. കാരണം പിന്നെ ഈ വേറെ വാടക കൊടുക്കണം, പിന്നെ നിങ്ങൾ ഈ ഷെയർ ഓണർഷിപ്പ് മേടിച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾക്ക് ശേഷം അതിൻ്റെ ബാക്കി ഷെയർ മേടിക്കാൻ ചിലപ്പോൾ വില കൂടി. നേരത്തെ മേടിക്കുവാണെങ്കിൽ ചിലപ്പോൾ 1 ലക്ഷം മുടക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ 1.5 ലക്ഷം മുടക്കണം, അല്ലെങ്കിൽ 2 ലക്ഷം മുടക്കണം. അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഇച്ചിരി കോംപ്ലിക്കേഷനാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. അതുകൊണ്ട് നിങ്ങൾ വീട് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷെയർ ഓണർഷിപ്പിന് പോകാതെ പുതിയ വീട് തന്നെ മേടിക്കാൻ നോക്കുക. വീട് മേടിക്കുമ്പോൾ അന്വേഷിച്ചപ്പോഴുള്ള ക്വാളിഫൈഡ് ഉള്ള ആളുകളുടെ ഉപദേശം ചോദിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. ഇല്ല എന്നൊരു പണി കിട്ടും.